മാസ്റ്റർക്ക് പ്രണാമം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ആർദ്രമായി സഹജമാർഗ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ഖണ്ഡം തുടരുകയാണ്. ഇതിൽ 2 ശ്ലോകങ്ങളും ഉണ്ട്. 7-ാമത്തെ ശ്ലോകം പൂർണ്ണത ഒരുവന്റെ ഉള്ളിൽ തന്നെയാണ്. ഇതാണ് തീം. അഥ യതത പരോ ദിവോ ജ്യോതിർദീപ്യതേ വിശ്വത പൃഷ്ഠേഷു സർവത പൃഷ്ഠേഷ്വനുത്തമഷൂത്തമേഷു ലോകേഷ്വിദം ഭാവ തദ്യദിദമസ്മിന്നഃ പുരുഷേ ജ്യോതിസ്തസ്യൈഷാ ദൃഷ്ടിഃ. ഈ സ്വർഗത്തെക്കാളും ഉയരത്തിൽ പ്രകാശിക്കുന്ന പ്രകാശം എല്ലാത്തിൻ്റെയും പുറകിൽ ഉയർന്ന ലോകങ്ങളിൽ അതിനേക്കാളും ഉയർന്നതായും ഒന്നുമില്ല. അത് ഒരു വ്യക്തിയുടെ ഉള്ളിലാണ്. അതൊരു വ്യക്തിയുടെ ഉള്ളിലാണ്. 8-ാമത്തെ യത്രൈതസ്മിൻ ശരീരേ സംസ്പർശേന ഓഷ്മിമാനം വിജാനാതി തസ്യൈഷാ ശ്രുതിര്യത്ര തത് കർണാവവിസ്ഗൃഹ്യ നിനദമിവ തദുദ്ധിരിവാഗ്നേരിവ ജ്വലത ഉപശൃണോതി തദേതദ്ദ്രഷ്ടും ച ശ്രുതം ചേത്യുപാസീത വക്ഷുഷ്യശ്രുതോ ഭവതി യ ഏവം വേദ. ഈ കാഴ്ച ഒരുവൻ ശരീരത്തിൽ ഉള്ള ചൂടിൽ സ്പർശിക്കുമ്പോൾ കാണുന്നു. ഒരുവൻ ചെവികൾ അടയ്ക്കുമ്പോൾ ഈ ശബ്ദമായി ശ്രവിക്കുന്നു. ഒരുവൻ അഗ്നി ജ്വലിക്കുന്ന പോലെ ഒരു ഒച്ച പോലെ ശ്രവിക്കുന്നു. ഒരുവൻ വെളിച്ചത്തെ കാണാത്തതും കേൾക്കാത്തതും പോലെ പൂജിക്കണം. അവൻ ഇതറിയുന്നവൻ സുന്ദരനും പ്രശസ്തനുമാകുന്നു. ഒരുവൻ ഈ വെളിച്ചത്തെ കാണാത്തതും കേൾക്കാത്തതും പോലെ പൂജിക്കണം. അവൻ ഇതറിയുന്നവൻ സുന്ദരനും പ്രശസ്തനുമാകുന്നു. ഛാന്തോക്യ ഉപനിഷത്ത് നമ്മളെ ക്രമേണ യഥാർത്ഥത്തിലുള്ള ഉണ്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്.
പല ലോകങ്ങളെ കുറിച്ച് പറഞ്ഞു, അവിടെയുള്ള സ്വഭാവവിശേഷതകളെ പറ്റി പറഞ്ഞു, സ്പേസ് ടൈം ഡയമെൻഷനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഇവയെല്ലാം പ്രകാശിപ്പിക്കുന്ന, ഈ കാണുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ ശക്തി നൽകുന്ന അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉണ്മ ഉള്ളിൽ തന്നെയാണ്. വളരെ ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒന്നും അറിയുന്നില്ല. ആഴത്തിൽ ഉറങ്ങുമ്പോൾ പ്രപഞ്ചം ഉണ്ടോ അറിയില്ല, ഞാനുണ്ടോ അറിയില്ല. ഉണരുമ്പോൾ കണ്ണുകൾ തുറക്കുമ്പോൾ പ്രപഞ്ചം കാണുന്നു. പ്രപഞ്ചത്തിന് പ്രകാശം നൽകുന്നത് നമ്മുടെ കണ്ണുകളാണ്. കണ്ണുകൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ പ്രകാശമില്ല, നമ്മൾ കാണുന്നില്ല. പ്രകാശമില്ലാത്ത എത്ര ആൾക്കാരുണ്ട്. പക്ഷേ കണ്ണുകൾ കാണാത്ത ആൾക്കാരും ഉള്ളിൽ കാണുന്നു, മനസ്സിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. എനിക്കൊരിക്കല് ഇങ്ങനെ ഈ തരത്തില് കാഴ്ചയില്ലാത്ത ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. ഒരു ഹാർട്ട്ഫുൾനെസ് പ്രോഗ്രാം, ഓൺലൈൻ പ്രോഗ്രാമാണ്. അപ്പൊ ഹൃദയത്തിലുള്ള ദിവ്യ പ്രകാശത്തിൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ബ്രദർ എന്താണ് പ്രകാശം? ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്ക് വളരെയധികം ഫീൽ ചെയ്തു. ദിവ്യപ്രകാശം എന്ന് പറയുന്ന പ്രകാശം കാണണ്ടേ, എന്താ പറയാ അവരോട്? അപ്പൊ ഞാൻ പറഞ്ഞു, ഹൃദയത്തിലുള്ള ഒരു സ്രോതസ് ഉണ്ട്, അവിടെ ശ്രദ്ധ തിരിക്കും. പ്രകാശത്തെ പറ്റി നിങ്ങൾ സങ്കല്പിക്കണ്ട. അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ കണ്ണുകൾ കാണുന്നില്ലെങ്കിലും പ്രകാശത്തിന്റെ ഉറവിടം അവിടെ തന്നെ ഉണ്ട്. അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചങ്ങളുടെ എല്ലാം അറിവ് അവിടെ തന്നെ ഉണ്ട്. എല്ലാ പ്രകാശങ്ങൾക്കും പ്രകാശം നൽകുന്ന, എല്ലാ ശബ്ദങ്ങൾക്കും ശബ്ദം നൽകുന്ന, എല്ലാ അറിവുകൾക്കും അറിവ് നൽകുന്ന, എല്ലാ ചിന്തകൾക്കും ചിന്തയ്ക്കുള്ള ശക്തി നൽകുന്നത് അവിടെ നിന്നാണ്. അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല. അവിടേക്കാണ് ഛാന്തോഗ്യ ഉപനിഷത്ത് പോകുന്നത്. നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ ഞാനുണ്ട്. നമുക്ക് ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്യാം, ക്വാണ്ടം ഫിസിക്സ് ഡിസ്കസ് ചെയ്യാം, ഈശ്വരൻ ഉണ്ടോ പറയാം, ഇല്ല പറയാം, സ്പിരിച്വാലിറ്റി ഡിസ്കസ് ചെയ്യാം, തർക്കിക്കാം, പലതും പറയാം. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകില് ഞാൻ ഉണ്ട്. ഞാനാണ് തീരുമാനിക്കുന്നത് എവിടെയാണ് എൻ്റെ ദൃശ്യം എന്നുള്ളത്. ഞാൻ കാണുന്നത് എവിടെ നിന്നാണ്. അപ്പൊ എനിക്ക് എന്നെ ഉയർത്താൻ സാധിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ഉദ്ധരേത് ആത്മനാത്മാനം, സ്വയം ഉയർത്തുക. നമ്മൾ ഉയർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറും, പ്രപഞ്ചം മാറും. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നമ്മൾ ഉയരുമ്പോൾ മനസ്സിലാവുന്നു അങ്ങനെയല്ല, ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത്. പിന്നെ ഉയരുമ്പോൾ നമ്മുടെ കാഴ്ച മാറുന്നു. ഇതെല്ലാം ഇട്ടിട്ട് എവിടെ നിന്ന് നോക്കുമ്പോൾ ഈ സൗരയൂഥം തന്നെ ഒന്നുമില്ല, ഒരു സ്പെക്ക് മാത്രമാണ്. കാൾ സഗാൻ എന്നുള്ളൊരു സയന്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്, കാണേണ്ടതാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നല്. പക്ഷെ അതും കാണുന്നത് ഞാനാണ്. ഈ ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന ആളും ഞാൻ തന്നെയാണ്. ഞാൻ ഇതിനേക്കാളൊക്കെ വലുതാണ്. അപ്പൊ നമ്മള് ഈ കാര്യം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഞാനെന്ന് പറയുന്നത് അത്ര ചെറിയൊരു സാധനമല്ല. ഞാൻ ഉയർന്നു 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 വരുമ്പോൾ, ഞാൻ അബ്സല്യൂട്ട് തലത്തിലേക്ക് വരുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ സ്റ്റേറ്റ് ഞാൻ തിരിച്ചറിയുന്നു. അത് അവിടെ തന്നെ ഉണ്ട്. ശരിക്കും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല, നമ്മളവിടെ എത്തണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് അവിടെ ഉണ്ട്, ഡൽഹി അവിടെ ഉണ്ട്, നമ്മുടെ രാജ്യം അവിടെ ഉണ്ട്, എല്ലാം അവിടെ തന്നെ ഉണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു അനുസരിച്ചിട്ട് നമ്മൾ കാണുന്നു. ഒരു കുട്ടി കാണുന്ന പോലെയല്ല അച്ഛൻ കാണുന്നത്. കാഴ്ചപ്പാടിന് വ്യത്യാസം വരുന്നു, കാരണം അച്ഛനായി, ഉത്തരവാദിത്തം മാറുന്നു. അപ്പൊ എത്രത്തോളം വ്യക്തികൾ ഇവിടെ ഉണ്ടോ, എത്രത്തോളം ഞാനുകൾ ഇവിടെ ഉണ്ട്, അത്രത്തോളം പ്രപഞ്ചങ്ങൾ ഇവിടെ ഉണ്ട്. എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ എത്ര 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 ഞാനാണ്. എനിക്ക് എവിടെ വേണമെങ്കിൽ നിൽക്കാം. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു ഞാൻ, ജോലി ചെയ്യുമ്പോൾ വേറെ ഞാൻ. അതുകൊണ്ടാണ് മൾട്ടിവേഴ്സസ് എന്നുള്ള കോൺസെപ്റ്റ് ഫിസിക്സ് പറയുന്നത്. പക്ഷെ ഫിസിക്സ് ഈ തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഈ ഉള്ളിൽ നിന്നുള്ള ഈ പ്രകാശം നൽകുന്ന ആ സ്രോതസ്സിലേക്ക് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ വീക്ഷണം മാറി 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 വരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനാണ് സുദർശനം എന്ന് പറയുന്നത്.
ഹയസ്റ്റ് കാഴ്ചപ്പാടുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ സുദർശനമാണ്. നമ്മൾ നല്ല രീതിയിൽ ദർശനം നടത്തും. നമുക്ക് ദേവന്മാരെ തലത്തിൽ നിന്ന് കാണാം. അപ്പൊ നമ്മൾ ദേവന്മാരെ പൂജിക്കുന്നു എന്ന് പറയും. ആ ശക്തി നമുക്ക് കിട്ടുന്നു. കാരണം നമ്മളാണ് ആ ദേവൻ, വേറെ ആരുമല്ല. ബ്രഹ്മാവിനെ പൂജിക്കും നമ്മളാണ് ആ ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ തലത്തിൽ നമ്മൾ കാര്യങ്ങൾ കാണും. അപ്പൊ ബ്രഹ്മാവിന്റെ ശക്തി നമ്മൾ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അവിടെ നിൽക്കേണ്ടവരല്ല. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ഉള്ളിലുള്ള ഈ പൂർണ്ണത. അവിടേക്കാണ് ഞാൻ ഉയരേണ്ടത്. ഇതാണ് ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സഹജമാർഗം, ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്. കാരണം ആദ്യം തന്നെ നമുക്ക് നൽകുന്നത് ആ സ്രോതസ്സിലേക്ക് കണക്ഷനാണ്. നിങ്ങൾ അവിടെ നിന്ന് കാണൂ എന്നാണ് മാസ്റ്റർ പറയുന്നത്. ഉയർന്ന തലത്തിൽ നിന്ന് കാണും, എപ്പോഴും ആ തലത്തിൽ നിന്ന് കാണും. മാസ്റ്ററെ ഗേറ്റ് കീപ്പർ ആക്കും എന്നാണ് രാജീവ് പറഞ്ഞത്. സി പോയിന്റ് ഉണ്ട്, നമ്മളുടെ സംസ്കാരങ്ങൾ ഫോം ചെയ്യുന്ന സി പോയിന്റ്. നമ്മളുടെ സഹജമാർഗത്തിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാം എവിടെയാണ് സി പോയിന്റ്. ആ സി പോയിന്റിലാണ് സംസ്കാരങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ അഹംഭാവത്തെ നിർത്തുന്നതിന് പകരം ആ ഒറിജിനൽ ആയിട്ടുള്ള ആ ഇന്നർ മാസ്റ്റർ ഫൈനൽ വേർഷനെ കൊണ്ട് നിർത്തും. അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചത്തെ ശരിയായിട്ടുള്ള രീതിയിൽ മാസ്റ്റർ കാണുന്ന പോലെ, ഈശ്വരൻ കാണുന്ന പോലെ കാണാൻ സാധിക്കും. അതിനാണ് ഈശ്വര ദർശനം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈശ്വര ദർശനം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കാണുക എന്നുള്ളതല്ല, ഈശ്വരൻ കാണുന്ന പോലെ കാണുക എന്നുള്ളതാണ് ഈശ്വര ദർശനം. അവിടേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഈശ്വരൻ കാണുന്ന പോലെ കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് ഇൻട്രോസ്പെക്ട് ചെയ്യണം. അതുപോലെ നമുക്ക് ആയിത്തീരാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.